ഹലോ ലവ്ലി പീപ്പിൾസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ NRN ഫാമിലി വ്ളോഗ്സ്. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ബാൽക്കണി ഗാർഡനാണ്. ഇപ്പം ചൂടൊക്കെ തുടങ്ങിയ കാരണം എല്ലാം ആകെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ടുള്ളത് ചെറി ടൊമാറ്റോസാണ്. അത് നന്നായി ഉണ്ടായിട്ടുണ്ട്. രണ്ട് മൂന്ന് ചെടികളായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കറ്റാർ വാഴയുണ്ട്, മിൻറ്റ് ലീവ്സ് ഉണ്ട്, പിന്നെ പനിക്കൂർക്കയുടെ ഇലകളുമുണ്ട്. ഞങ്ങൾക്കിവിടെ അടുത്തുള്ളത് മസ്കറ്റ് മോളും പിന്നെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റുമാണ്. മസ്കറ്റ് മോളിൻ്റെ ഉള്ളിൽ പിന്നെ ലുലുവും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇന്നിപ്പം നമ്മൾ ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബ്രൊക്കോളി ചിക്കൻ കട്ട്ലേറ്റ്. നമ്മൾ മക്കൾക്ക് ടിഫിൻ കൊടുത്ത് വിടുക എന്ന് പറയുന്നത് വലിയൊരു തലവേദനയാണ് അല്ലേ. പ്രത്യേകിച്ചും ചില മക്കൾ ഭയങ്കര പിക്കി ഈറ്റേഴ്സ് ആവുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിഫറെൻ്റായി വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാധാ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതേപോലെ പകുതി കഴിച്ച് തിരിച്ചു കൊണ്ടുവരും. നമുക്കത് കൊടുത്തു വിടുന്നത് മുഴുവൻ കഴിച്ച് തിരിച്ച് വരുമ്പോഴുള്ള സന്തോഷം അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അപ്പം ബ്രൊക്കോളി ചിക്കൻ കട്ട്ലേറ്റാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. മെയിനായിട്ട് ബ്രൊക്കോളി, പിന്നെ കുറച്ച് ചിക്കനും, പൊട്ടറ്റോ കുറവ്. ബ്രൊക്കോളി ഞാൻ സ്റ്റീം ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ വേവിച്ചതും, ബോൺലെസ് ചിക്കൻ വേവിച്ചതും ചോപ്പ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേളിമാണിയുടെ നിലു ബേബിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രൊക്കോളി കട്ട്ലേറ്റിൻ്റെ വീഡിയോ കണ്ടു. അപ്പം ഞാൻ ആലോചിച്ചു, ചിക്കൻ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്രൊക്കോളിയും കൂടി ആഡ് ചെയ്താൽ, ചിക്കൻ്റെ കൂടെ തന്നെ ബ്രൊക്കോളിയും കൂടി ആഡ് ചെയ്താൽ എങ്ങനെയാവും നോക്കാം. പൊട്ടറ്റോ കുറയ്ക്കാം, കൂടുതലും ബ്രൊക്കോളിയും ചിക്കനും ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രയൽ നോക്കി. സംഭവം ഹിറ്റായി. മോൾക്കും ഇഷ്ടപ്പെട്ടു. മോളുടെ ഫ്രണ്ട്സ് ഇവിടെ കളിക്കാൻ വരാറുണ്ട്, അപ്പോൾ അവർക്കും കൊടുത്തപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാനതങ്ങ് സ്ഥിരമാക്കി. അപ്പം ബ്രൊക്കോളി മെയിനായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതിൽ. കാരണം അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണല്ലോ. അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ ആലു പറാത്ത ഉണ്ടാക്കുന്ന പോലെ തന്നെ ബ്രൊക്കോളിയും പനീറും വെച്ചിട്ട് ഒരു സ്റ്റഫ് പോലെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയിൽ ആക്കിയിട്ട് അത് അങ്ങനെ പറാത്തയാക്കിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിടാൻ നോക്കാം. അപ്പോൾ ഇതും അതുപോലെ തന്നെ നോർമൽ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിൽ അതേപോലെ തന്നെ കൂടുതൽ ബ്രൊക്കോളി ആഡ് ചെയ്യും. പൊട്ടറ്റോ കുറച്ച് കുറയ്ക്കും, ബ്രൊക്കോളിയും ചിക്കനും കുറച്ച് മുന്തി നിൽക്കും. അങ്ങനെ ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ തന്നെ. ഞാൻ പിന്നെ കുറച്ച് മുളക് ആഡ് ചെയ്യാറുള്ളൂ. കുരുമുളകായാലും പച്ചമുളകായാലും ഇവിടെ മോൾക്ക് അധികം എരിവ് ഇഷ്ടമല്ല, അപ്പോൾ കുറച്ച് എരിവേ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളകും കുരുമുളകൊക്കെ കൂട്ടിയിടാം. ഇതിൻ്റെ ഹെൽത്തി ഓപ്ഷനായിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീരെ പൊട്ടറ്റോ യൂസ് ചെയ്യാതെ കൂടുതൽ ബ്രൊക്കോളിയും ചിക്കനും ആഡ് ചെയ്തിട്ട് സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഹെൽത്തി കട്ട്ലേറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ സ്നാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞാറ്റയ്ക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ട് ടിഫിൻ ബോക്സിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.